ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഫലസ്തീനിലെ ഗസയിൽ ജനിക്കുന്നു. 2 വയസ്സുള്ളപ്പോൾ പ്രിയപ്പെട്ട ഉമ്മ ഇമാം ഷാഫിഈ തങ്ങളെ മക്കയിൽ കൊണ്ടുവരുന്നു. അവിടെ നിന്ന് യമനിൽ കൊണ്ടുപോകുന്നു. ബന്ധുക്കളെ കാണിക്കാൻ തിരിച്ചു മക്കയിൽ വരുന്നു. മദീനത്തേക്ക് വരുന്നു. 10 വയസ്സായപ്പോഴേക്കും വിശുദ്ധ ഖുർആൻ മനപ്പാഠം. 9 ദിവസം കൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മാലിക്കി മദ്ഹബിന്റെ ഇമാമിനെ അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥം അൽ മുവത്ത 9 ദിവസം കൊണ്ട് മനപ്പാഠമാക്കി പഠിച്ച അത്യപൂർവമായ ബുദ്ധിശക്തിയുണ്ടായിരുന്ന ഇമാം ഷാഫിഈ തങ്ങളുടെ സ്വഹാബ് തന്നെ മഹാനവറുകൾക്ക് 10 ലക്ഷത്തിലേറെ ഹദീസുകൾ മനപ്പാഠമുണ്ടായിരുന്നു. അതിന്റെ സനദ്, അതിന്റെ മത്തിനടക്കം എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഉപ്പയും വല്യുപ്പയും അഫ്ഗാനിയാണ്. അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. ഇറാഖിൽ സെറ്റിൽ ചെയ്തു. ഹിജ്റയുടെ 2-ാം നൂറ്റാണ്ടിലും 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ജീവിച്ചവരാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ എന്നറിയണം. മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ അൽ ഇമാമുൽ അഅ്ദം, ദി ഗ്രേറ്റസ്റ്റ് ഇമാം എന്ന് മുത്ലഖൻ പറഞ്ഞാൽ, നിരുപാധികം പറഞ്ഞാൽ അത് മഹാനായ അബൂ ഹനീഫ, ഇമാമു അഹ്ലിർ റഅയ്, മഹാനായ അബൂ ഹനീഫ തങ്ങളാണ് റളിയല്ലാഹു അൻഹു. മാലിക്കി ഇമാം, ഇമാമു ദാരിൽ ഹിജ്റ. യൂഷികു അൻ തദ്രിബ അക്ബാദുൽ ഇബ്ലി ഇലാ ആലിമി മദീന യത്ലുബൂന ഇൽമഹ. മദീനയിലെ ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ആളുകൾ കൂട്ടം കൂട്ടമായി വരും എന്ന് പറഞ്ഞ ആ ഹദീസിന്റെ വിവക്ഷയിൽ അത് ഇമാം മാലിക് തങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ ഒരുപാട്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദ് ഇൽമ. ഖുറൈശിയായ എന്റെ വംശപരമ്പരയിൽ വരുന്ന, ഖുറൈശി കുടുംബത്തിൽ വരുന്ന ഒരു പണ്ഡിതൻ ലോകത്തിന്റെ ചക്രവാള സീമകൾ വിജ്ഞാനം കൊണ്ട് നിറക്കും എന്ന് പറഞ്ഞത് ഇമാം ഷാഫിഈ തങ്ങളെ സംബന്ധിച്ചാണെന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അടക്കമുള്ള ആലിമീങ്ങൾ. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമു അഹ്ലി സുന്ന വൽ ജമാഅ. മുഅ്തസിലി ആശയങ്ങൾ, ബിദ്അത്തിന്റെ ആശയങ്ങൾ അന്ന് ഹിജ്റയുടെ 3-ാം നൂറ്റാണ്ടിൽ ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ. ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരാണ് 40,000 സനദുകളിലായി 40,000-ലേറെ ഹദീസുകൾ, അൽ മുസ്നദ് എന്നത് എൻസൈക്ലോപീഡിയ ഓഫ് ഹദീസ്, ഹദീസിന്റെ സർവ്വവിജ്ഞാന കോശം എന്ന് പറയാൻ കഴിയുന്ന അൽ മുസ്നദ് രചിച്ച, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയത്തിന് കടുത്ത പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഇമാമു അഹ്ലുസുന്ന വൽ ജമാഅ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. ഈ മദ്ഹബിന്റെ ഇമാമിയങ്ങളെ ഓരോരുത്തരെയും ആഴ്ചകളെടുത്ത് പഠിക്കാനുണ്ട്. ഞാനതുകൊണ്ട് ഹെഡ്ലൈൻ മാത്രമാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറവ് വരുന്നുണ്ടെങ്കിൽ അത് എന്റെ വിവരക്കുറവാണ്. ഒരുപാട് പഠിക്കാനുണ്ട് ഇവരെ സംബന്ധിച്ച്, ഒരുപാട് പഠിക്കാനുണ്ട്. അവരെങ്ങാനും ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഏതെങ്കിലും ഒരു സ്വഹീഹായ ഹദീസ് കിട്ടുകയാണെങ്കിൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് പറഞ്ഞ അവരുടെ ആ വാചകം വ്യക്തതയില്ലാതെ അവരുടെ ശിഷ്യന്മാർ എങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചു എന്ന് മനസ്സിലാക്കാതെ പറഞ്ഞതിന്റെ പേരിൽ വ്യക്തമായ ഹദീസുകൾ വരുമ്പോൾ ഒരു ഇമാമിന്റെ ഖൗലിന്, ഒരു ഇമാമിന്റെ ഷാഫിഈ മദ്ഹബിലെ അല്ലെങ്കിൽ ഹനഫി, ഹംബലി, മാലിക്കി മദ്ഹബുകളുടെ അവരുടെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് നമുക്ക് തോന്നുന്നത് പോലും ഒരുപക്ഷെ വിരുദ്ധമല്ല എന്ന് നമ്മൾ അറിയണം. ഹദീസ് പണ്ഡിതന്മാർ വരുന്നത് മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്ക് ശേഷമാണ്. ഈ 4 ഇമാമിയങ്ങളോളം കടപിടിക്കാൻ പറ്റുന്ന ആലിമീങ്ങൾ ലോകത്തില്ലായിരുന്നു എന്ന് ബിഇജ്മാഇൽ ഉലമ, പണ്ഡിതന്മാരുടെ ഇജ്മാ, ദ ജനറൽ കൺസെൻസസ് ഓഫ് ദ സ്കോളേഴ്സ് ഓഫ് ദ ഇസ്ലാമിക് വേൾഡ്, ലോക മുസ്ലിം രാജ്യങ്ങളുടെ പണ്ഡിതന്മാർ ഒത്തുസമ്മതിച്ചത്, അതിനാണ് ഇജ്മാ എന്ന് പറയുന്നത്. 4 മദ്ഹബിലെ ഇമാമുമാർ ജീവിതകാലം മുഴുവനും കഠിനാധ്വാനം ചെയ്ത് ഹദീസുകളും ആയത്തുകളും സ്വഹാബികളെ കണ്ട് പഠിച്ച് അവരുടെ അരികത്തേക്ക് ഓടിച്ചെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ 50,000 കിലോമീറ്റർ കാലുകൊണ്ട് നടന്നു ചെന്ന് ഹദീസ് പഠിച്ച ഇമാമാണ്.
നമ്മൾ അറിയണം, ബിദ്അത്ത്, ശിർക്ക് എന്ന് പറയുന്ന ആളുകൾ ഇൽമ പഠിക്കാൻ ഒരു ഉസ്താദിന്റെ കീഴിൽ എത്ര മാസം, എത്ര ദിവസം ഇരുന്നിട്ടുണ്ട്? ഒരു മുഅല്ലിമിന്റെ കീഴിൽ നിന്നിട്ട് ഇൽമ പഠിച്ചിട്ടുണ്ടോ? പുസ്തകങ്ങളും പരിഭാഷകളും വായിച്ച് ഖുതുബ പറയുകയും മിമ്പറിൽ കയറി എന്തൊക്കെയോ വിളിച്ചു പറയുകയും തങ്ങളല്ലാതെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ബിദ്അത്തിന്റെ ആളുകളാണ് എന്ന രൂപേണ ഈ ഉമ്മത്തിനെ മുഴുവൻ കുറ്റക്കാരായി മാറ്റുകയും ചെയ്യുന്ന ഈ അഭിപ്രായ പ്രകടനങ്ങൾ ചെയ്യുമ്പോൾ ഒരൽപ്പം വിനയം വേണം, ഒരൽപ്പം അതിന്റെ മറുവശം കൂടെ കാണണം. തെളിവുണ്ടായിരിക്കെ, ഒരു ആലിമിന്റെ പിൽബലമുണ്ടായിരിക്കെ, ഒരു മദ്ഹബിന്റെ ഇമാമിന്റെ അഭിപ്രായമുണ്ടായിരിക്കെ അതിനെ കൗണ്ടർ ചെയ്യാൻ മാത്രമുള്ള ഒരു യോഗ്യത ആ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തില്ല, ശേഷമില്ല, ഇന്നുമില്ല, ഇനി ഖിയാമത്ത് നാൾ വരേക്കുമില്ല. ഇതുകൂടെ ഒന്ന് ചേർത്ത് വായിക്കണം. അതുകൊണ്ട് നമ്മൾ മുഖല്ലിദീങ്ങളാണ്. മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ 4 മഹത്തുക്കളായ ആളുകൾ അവരുടെ ജൂരിസ്പ്രുഡൻസ്, അവർ കണ്ടെത്തിയ ഇസ്ലാമിക നിയമങ്ങൾ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുകയും നമ്മുടെ മുമ്പിൽ രേഖയായി നിലനിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് റിലയബിൾ, നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഈ പ്രമാണമായ 4 മദ്ഹബുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അത് മാത്രമേ നമുക്ക് അനുകരിക്കാവൂ, അതല്ല മദ്ഹബ് മാറ്റാൻ പറ്റുമോ ഇല്ലയോ, നമുക്കത് ചർച്ച ചെയ്യാം. എന്നതിന്റെ ശേഷമാണ് എന്താണ് ഈ ബിദ്അത്ത് എന്ന് പറയുന്നത് എന്ന ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു നമ്മുടെ ഈമാനിൽ വർധനവും നമ്മുടെ സൽക്കർമ്മങ്ങൾ ഒരിക്കലും നശിച്ചു പോവാതെ അത് വർദ്ധിക്കുകയും നമ്മുടെ ഈമാനിൽ ഉറപ്പും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ശാത്ബി